നസലിൻ്റെ ബോളിവുഡ് ടൈംസ് എന്നുള്ള പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് കേട്ടോ. വെറൈറ്റി അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ പടമല്ലോ മുകുന്ദനുണ്ണി അസോസ് വെച്ച്, അത് വില്ലനെ നായകനാക്കി പുള്ളി ഒരു വെറൈറ്റി ആയിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്തായിരുന്നല്ലോ. അതുപോലെ തന്നെ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ്. അത് നമ്മുടെ ഉദയനാട് താരം ആ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥയാണ് അതിനകത്ത് പറ്റി പറയുന്നത്. ഒരു ചെറുപ്പത്തിലെ തൊട്ട് സിനിമയെ ആരാധിക്കുന്ന ഒരു ചെറുക്കൻ വലുതാകുമ്പോൾ നല്ലൊരു സംവിധായകനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഒരു സ്വപ്നം, ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു, പുള്ളിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഒരു പല പല ലാഗിങ് ഒക്കെ പലർക്കും തോന്നും, അങ്ങനെ ഉണ്ട് താനും. പക്ഷേ എന്നാലും പടം നല്ലൊരു അറ്റംപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി അറ്റംപ്റ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സംവിധായകൻ. ഏതായാലും പടം സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, സിനിമയുടെ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക്, മറ്റേ ആത്മഹത്യയും മറ്റേ കൊലപാതക അന്വേഷണമൊന്നും അല്ല, സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, ആ ഒരു ഇഷ്ടമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, സിനിമയെ സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരൊക്കെ, ആ പടം എന്തായാലും അവർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. ഒരു കുറച്ച് ലാഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ അടിപൊളിയായിട്ടാണ് പടം പോയത്. ആദ്യത്തെ ഇൻ്റർവെൽ വരെയൊക്കെ അടിപൊളിയായിട്ട് പടം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞത്തെ ഒരു ചെറിയൊരു ഇൻ്റർവെൽ കഴിഞ്ഞുള്ള ഒരു ലാഗിങ്ങാണ് ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും പടം കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കാണാം. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് കാണേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു അറ്റംപ്റ്റ്. ഏതായാലും അറ്റംപ്റ്റ് ആ ധൈര്യത്തിന് സംബന്ധിച്ചിരിക്കുന്ന സംവിധായകൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ ധൈര്യം കാണിച്ച പോലെ രണ്ടാമത്തെ പടത്തിനും സംവിധായകൻ ധൈര്യം കാണിച്ചു. ഏതായാലും ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കും ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. ബോളിവുഡ് ടൈംസ്. ഓക്കെ.